നമസ്കാരം ഡാർക്കോൾ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ബേസിക് ക്ലാസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പലരും മൊബൈൽ എഡിറ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ CapCut പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കും നിങ്ങൾക്ക് കൂടുതലും പരിചയം ഉണ്ടാവുക. അപ്പോൾ അതിന് പുറമെ നമ്മൾ സിസ്റ്റത്തിലേക്ക് മാറുന്ന സമയത്ത് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം ഡാവിഞ്ചി റിസോൾവ് ആണ് ഒരു തുടക്കക്കാരനും ഒരു പ്രൊഫഷണലിനും ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. കാരണം ഞാൻ FCP, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്റ്റ്, ഡാവിഞ്ചി 3D മോഡലിങ്ങിന് ഉപയോഗിക്കുന്ന അൺറിയൽ എഞ്ചിൻ, ബ്ലെൻഡർ എല്ലാ സോഫ്റ്റ്വെയറുകളും ഒരു ഇതൊക്കെ ഫോട്ടോഷോപ്പ് ഒക്കെ നമ്മൾ കൈവച്ച് നോക്കിയ ഭാഗങ്ങളാണ്. എഡിറ്റിങ്ങിൻ്റെ ഫീൽഡിൽ വരികയാണെങ്കിൽ സാധാരണ ഇതിൽ സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്നത് ഡാവിഞ്ചി, FCP, പ്രീമിയർ, ചിലരൊക്കെ വണ്ടർഷെയർ, ഫിൽമോറ, CapCutഉം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡാവിഞ്ചി റിസോൾവ് ആണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ ഫ്രീ വേർഷൻ തരുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഔട്ട് എടുക്കുന്ന സമയത്ത് വേറെ വാട്ടർമാർക്കോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള 4K വരെ ഔട്ട് എടുക്കാവുന്ന ഒരു സിസ്റ്റമാണ്. അത് മാത്രമല്ല സിനിമകളൊക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ഡാവിഞ്ചി റിസോൾവ്. ഇതിൻ്റെ അത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും എക്സ്ട്രാ വരുന്ന ടാബുകൾ. അതായത് നമുക്ക് ഈ എഡിറ്റിംഗ് ടാബ് മാത്രമല്ല, അതിന് പുറമെ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് പോലെ നമുക്ക് VFX അഡ്വാൻസ് ലെവലിൽ ഫിലിം ലെവലിൽ VFX ചെയ്യാനുള്ള സംഭവമാണ് ഫ്യൂഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ ഗ്രേഡിൻ്റെ ഒരു പേജ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്, നിങ്ങൾക്ക് അറിയാൻ മതിയാവും. അതിലിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കളർ ഗ്രേഡ് ചെയ്യുന്ന പോലെ അല്ല, അഡ്വാൻസ് ലെവലായിരിക്കും. പിന്നെ ഓഡിയോയ്ക്ക് ഫെയർലൈറ്റ് എന്നൊരു പേജ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഓഡിയോ സെറ്റിങ്സ് വളരെ നോയ്സുകൾ ഒഴിവാക്കിയും അതേപോലെ എഫക്റ്റുകൾ കയറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഓഡീഷൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ നമുക്ക് അഡോബിൻ്റെ, അതിൻ്റെ എല്ലാ പ്രവർത്തനവും ഫെയർലൈറ്റിൻ്റെ അത് ഈ ഒരു പേജിൻ്റെ അത് തന്നെ കിട്ടും. പിന്നെ കട്ട് പേജ് എന്ന് പറഞ്ഞ എക്സ്ട്രാ പേജ് ഉണ്ട്. നമ്മൾ FCPയിലൊക്കെ കട്ട് ചെയ്യുന്ന പോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല ഈ ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു വേർഷൻ നമുക്ക് മാക്കിലും വിൻഡോസിലും ലിനക്സിലും വർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? വൺ ടൈം പർച്ചേസ് ആണ് സ്റ്റുഡിയോ വേർഷൻ. സ്റ്റുഡിയോ വേർഷൻ പേയ്മെൻറ്റുള്ളതാണ്. അത് നമുക്ക് അവരെ ഏതെങ്കിലും പ്രൊഡക്റ്റ്, അതായത് കളർ ഗ്രേഡിംഗ് പ്രൊഡക്റ്റോ അവരുടെ കീബോർഡോ അവരുടെ ക്യാമറയോ എന്ത് വാങ്ങുന്ന സമയത്ത് ഒരു ലൈസൻസ് കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവർ സോഫ്റ്റ്വെയർ മാത്രമാണെങ്കിൽ ഒരു 35,000 റേഞ്ച്, ആ റേഞ്ചിലാണ് സംഭവം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ അവർ കീബോർഡ്, അതേപോലത്തെ പിന്നെ ഈക്വലൈസർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ക്യാമറ ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു 35,000 രൂപയുടെ സാധനമൊക്കെ വാങ്ങണം, അതിന് കൂടെ ഫ്രീ ആയിട്ടും ഈ ഒരു ലൈസൻസ് കൊടുക്കും. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിനേക്കാളും ലാഭം എന്താണ്? എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിൻ്റെ ലൈസൻസ് വാങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, വർക്കിലേക്ക് കിടക്കാതെ ഞാൻ സ്പീഡായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഈ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് C ഡ്രൈവിൽ അല്ലെങ്കിൽ മാക്കിൻ്റെ സിസ്റ്റം ഡ്രൈവിലേക്കായിരിക്കും സംഭവങ്ങൾ സേവ് ആവുക. അപ്പോൾ നമ്മൾ അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഈ ഒരു ബട്ടൺ ഉണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ലൈബ്രറി കയറ്റി. എങ്ങനെയാണ്? ആഡ് ന്യൂ ലൈബ്രറി എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് ലൈബ്രറിക്ക് ഒരു പേര് കൊടുക്കാം, മൈ ന്യൂ ലൈബ്രറി. എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു പേര് കൊടുക്കുക. കൂടുതൽ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, കാരണം നമ്മളിത് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയി പോകുന്നതുകൊണ്ടാണ്. ഇനി ബ്രൗസ് ചെയ്യുക. നമുക്ക് എവിടെയാണോ ഡിലീറ്റ് ആയി പോകാതിരിക്കുന്നൊരു സ്പേസ് ഉള്ളത്, അപ്പോൾ ഡെസ്ക്ടോപ്പ്, മൂവീസ്, അങ്ങനത്തെ സംഭവത്തിലൊന്നും ഇട്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സിസ്റ്റം ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് C അല്ലെങ്കിൽ മാക്കിൻ്റെ ഡ്രൈവ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഡ്രൈവ്, അല്ലെ എക്സ്റ്റേണൽ ഡ്രൈവ്, അവിടെ എവിടെയെങ്കിലും ഞാൻ എക്സാമ്പിളായിട്ട് ഈ ഒരു ഡ്രൈവിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഓൾറെഡി 2-3 പ്രൊജക്റ്റ് ഉണ്ട്, എന്നാലും വേണ്ടില്ല. അവിടേക്ക് കൊടുത്തു, ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയൊരു ലൈബ്രറി ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പുതിയൊരു ലൈബ്രറി ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലൈബ്രറി ഇവിടെ ഉണ്ടാവും. അതിൻ്റെ താഴെയായിട്ട് നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ലൈബ്രറി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. കണ്ടോ, മൈ ന്യൂ ലൈബ്രറി എന്ന്. ഇനി ഇതിൻ്റെ അകത്ത് വരിക. ഇവിടെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്, ഇതൊന്നും ഞാൻ പറയുന്നില്ല, സ്കിപ്പ് ചെയ്ത് വിടുകയാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ല. ഇവിടെ നമുക്ക് നേരെ വന്ന് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. ഞാൻ കാര്യങ്ങൾ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാനലിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും ബേസിക് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോരാം. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് എൻ്റെ ഒരു കോച്ചിങ്ങോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡാവിഞ്ചി റിസോൾവിൻ്റെ ഒരു പ്രീമിയം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വാങ്ങുന്ന പോലെ വലിയൊരു തുകയൊന്നും വാങ്ങുന്നില്ല, ചെറിയൊരു പൈസ വാങ്ങിയിട്ട് നമ്മൾ വെബ്സൈറ്റിലൂടെ ഓരോ പാർട്ട് ബൈ പാർട്ടായി നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ഒരു ഡെമോ വേർഷൻ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ട് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഓർഡർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ ഞാൻ വാട്സപ്പിൽ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? ഇപ്പോൾ ഞാനിവിടെ പ്രോജക്റ്റിനൊരു പേര് കൊടുക്കണം. അപ്പോൾ ട്യൂട്ടോറിയൽ 1 എന്നുള്ളൊരു പേര് കൊടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തു, പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ സാധാരണ ഇതിൽ കട്ട് എന്ന് പറഞ്ഞൊരു പേജിൻ്റെ അകത്തേക്ക് വരും അല്ലേ? ഇനി പറയുന്നത് നമുക്ക് മീഡിയ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ഈ മീഡിയ പേജിൻ്റെ അകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ മീഡിയ സ്റ്റോറേജ് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് എവിടെയാണോ നമ്മുടെ വീഡിയോ ഇരിക്കുന്നത്, കൂടുതൽ ഇവിടുന്ന് ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ലാഗ് ആവും, നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾ കൂടുതൽ പേരും എഡിറ്റ് പേജിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് ശീലിച്ചവരായിരിക്കും അല്ലേ? ജസ്റ്റ് ഞാൻ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇവിടെ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്തിനാണ്? ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഏത് ഫ്രെയിമിലാണോ വീഡിയോ ഷൂട്ട് ചെയ്ത് ആ ഫ്രെയിമിലേക്ക് ഈ ഒരു ടൈം ലൈനും ക്രിയേറ്റ് ആവും. ഓക്കെ അല്ലേ?
അപ്പോൾ ഇത്രയും വീഡിയോസ് നമ്മൾ ടൈം ലൈനിലേക്ക് അല്ലെങ്കിൽ മീഡിയ പൂളിലേക്ക് ആഡ് ചെയ്തു. ഇത് നമുക്ക് തൊട്ടിപ്പുറത്തെ കട്ട് എന്ന് പറഞ്ഞ അഡ്വാൻസ്ഡ് പേജാണ്. ഇവിടേക്ക് നമുക്ക് വീഡിയോസൊക്കെ ആഡ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ പഴയ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്നുമില്ല, ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ടൈം ലൈനായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇവിടേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈം ലൈൻ മുകളിലായിട്ട് വരും. അതിൻ്റെ പുറമെ അതിൻ്റെ സൂംഡ് വേർഷൻ താഴെയും വരും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കട്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കട്ട് ചെയ്യാം. അതേപോലെ താഴെ വന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെയും കട്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ ഡിലീറ്റ് അടിക്കണമെങ്കിലോ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയിട്ട് പോയിക്കോളും. അപ്പോൾ ഈ ഒരു പേജിൻ്റെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് വീഡിയോ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അത് നമ്മൾ നേരെ എഡിറ്റ് പേജിൻ്റെ അകത്തേക്ക് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ആയില്ലേ, നമ്മൾ കട്ട് പേജിലെ വീഡിയോ ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ ആഡ് ചെയ്ത വീഡിയോസൊക്കെയോ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഞാൻ ഇവിടുന്ന് ബാക്ക് സ്പേസ് അടിച്ച് അതിനൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും നിങ്ങൾക്ക് തുടങ്ങുന്നത് എളുപ്പം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ ഫൈൻഡർ ഇല്ലെങ്കിൽ ഫോൾഡർ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എൻ്റെ ഷോർട്ട് ഫിലിംസ് ഏത് ഫോൾഡറിലാണ് ഇരിക്കുന്നത്, അപ്പോൾ നമ്മൾ അതിൻ്റെ മൊത്തം വീഡിയോസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ കോപ്പി പേസ്റ്റ് ആയിട്ട് കൂടുതൽ സ്ഥലം മിസ്സാവില്ല. ഇതിൻ്റെ ഒരു ലിങ്ക് മാത്രമാണ് അവിടേക്ക് വരിക. അപ്പോൾ ഇത് മൊത്തം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഫോൾഡറിനെ മൊത്തം എനിക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് നേരെ ഡാവിഞ്ചി റിസോൾവിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടേക്ക് ജസ്റ്റ് ഈ ഒരു മീഡിയ പൂൾ കണ്ട അവിടെ, ഈ മീഡിയ പൂളിൻ്റെ അടുത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിലുള്ള മൊത്തം വീഡിയോസ് ഇവിടേക്ക് ആഡ് ആവും. ഓക്കെ അല്ലേ? ഇനി ഈ വീഡിയോസിനെ മൊത്തം നമുക്ക് വേറൊരു ഫോൾഡറായി മാറ്റണമെന്നുണ്ടെങ്കിൽ മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ബിന്ന് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് വീഡിയോ എന്നുള്ളൊരു പേര് കൊടുക്കാം. ഓക്കെയാണ്. ഞാൻ അഡ്വാൻസ്ഡ് ആയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് എഡിറ്റിംഗ് ചെയ്ത് പോകാമെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് വീഡിയോയിലേക്ക് ഇട്ടു. ഈ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾ ഫസ്റ്റായിട്ടും പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഓഡിയോസ് ഡബ്ബിംഗ് ഫയലുകൾ ഉണ്ടെങ്കിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ഓഡിയോ ഫയൽ അവിടേക്ക് ആഡ് ചെയ്യുക. ഷോർട്ട് കട്ടുകളൊക്കെ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്കൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെയല്ല, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ടൈം ലൈൻ കൊടുക്കുക. കണ്ടോ, ഇവിടെ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈം ലൈൻ നമുക്കൊരു പേര് കൊടുക്കുക. എന്താണ്, ഞാനിപ്പോൾ ഇവിടെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് കൊടുക്കാം, പുളുമാമൻ. ഇതാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് കേട്ടോ. ഇനി നമുക്കിവിടെ ട്രാക്കുകൾ എണ്ണം കൂട്ടാം കുറയ്ക്കാം, ഇതൊക്കെ ഇവിടെ ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ യൂസ് പ്രോജക്ട് സെറ്റിംഗ്സ് ഉള്ളത് അൺടിക്ക് ചെയ്യുക. നേരെ ഫോർമാറ്റിൻ്റെ അകത്ത് വരിക. ഇവിടെ നമുക്ക് HD ആണോ 4K ആണോ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ നോക്കുക, അതിനനുസരിച്ച് പോവുക. അപ്പോൾ ഞാനിവിടെ HD തന്നെ വിടുകയാണ്. 4K ആക്കണമെങ്കിൽ 4K ആക്കാം. അതേപോലെ നമുക്ക് റീൽസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ ഇവിടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള ഈ ഒരു റെസൊല്യൂഷൻ കിട്ടും. ഇപ്പോൾ നമുക്ക് വൈഡ് ആയിട്ടുള്ള റെസൊല്യൂഷനാണ് കിട്ടുക. ഓക്കെ, ഞാൻ ഓഫ് ചെയ്യുകയാണ്. നമുക്ക് വൈഡ് വീഡിയോസ് ചെയ്യാനുള്ള. പിന്നെ ഫ്രെയിം റേറ്റ്, നമ്മുടെ വീഡിയോ എത്ര ഫ്രെയിമിലാണ് ഷൂട്ട് ചെയ്തതെന്ന് നോക്കുക, അതിനനുസരിച്ച് ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ 60 കൊടുക്കുകയാണ്. 60 എൻ്റെത്. ക്രിയേറ്റ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും നോക്കാൻ പോകണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് കാണണം തോന്നുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് അടിക്കുക. അപ്പോൾ ഇതിന് ഈ ഡിസ്പ്ലേയിൽ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഈ വ്യൂവർ എന്നാണ് ഇതിന് പറയുക, ഇതിൽ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നേരെ ഇവിടെ വന്നിട്ട് ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വീഡിയോയിൽ റൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇത് 60 ഫ്രെയിമാണ്, HD വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത് കറക്റ്റാണ്. ഇനി ഇങ്ങനെ നോക്കിയ ശേഷം ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൈം ലൈൻ എവിടെയാണ് കിടക്കുന്നത്, നമ്മുടെ ഈ മാസ്റ്ററിൻ്റെ പുറത്താണ് കിടക്കുന്നത് അല്ലേ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ടൈം ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈം ലൈൻ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇവിടെ ഈ 3 കുത്ത് കണ്ടോ, ഇവിടെ വന്നിട്ട് ഷോ സ്മാർട്ട് ബിൻ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, ഇത് ടിക്ക് ചെയ്യുക. ഇത് ടിക്ക്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല. ടിക്ക് ചെയ്ത ശേഷം നേരെ നമ്മൾ ഈ ഒരു ഡാവിഞ്ചി റിസോൾവിൻ്റെ പ്രീസെറ്റിൽ വരിക. പ്രീസെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസർ എന്ന് കണ്ടോ, ഇതിലേക്ക് മാറ്റുക. ഇവിടെ എഡിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് വന്ന് സ്മാർട്ട് ബിൻ ഫോർ ടൈം ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ടിക്ക് ചെയ്യാം, എന്നിട്ട് സേവ് കൊടുക്കുക. ഞാൻ കുറച്ചൊരു സ്പീഡിലാണ് പോകുന്നത്, കാര്യം സ്ലോ ആയിട്ട് ചെയ്ത വീഡിയോസ് നമ്മുടെ ഫസ്റ്റ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ പോയി കഴിഞ്ഞാൽ ഓർഡറായിട്ട് ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പോരാ കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്മാർട്ട് ബിന്നിൻ്റെ അകത്ത് ഈ ടൈം ലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എത്ര ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ വേറെ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് കമാൻഡ് N കൺട്രോൾ N ഷോർട്ട് കട്ട് കേട്ടോ. അവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് വെറുതെ ക്രിയേറ്റ് ചെയ്താണ്. അപ്പോൾ ക്രിയേറ്റഡ് ആയിട്ടുള്ള ടൈം ലൈൻ ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതിലാണ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ടൈം ലൈനിൻ്റെ സൈഡിലായിട്ട് ഓറഞ്ച് കളറിൽ ടിക്ക് ഉണ്ടാകും കണ്ടോ. ഇനി ഇപ്പുറത്തേക്ക് മാറ്റണമെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുത്താൽ ഈ ടൈം ലൈനിലേക്ക് മാറും. ഓക്കെയാണ്. ഇനി നമുക്ക് എത്ര ടൈം ലൈൻ ഉണ്ടെന്ന് ഇവിടെ അറിയണമെങ്കിൽ ജസ്റ്റ് ഇതിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 2 ടൈം ലൈൻ ഉണ്ട്. നമ്മൾ ടൈം ലൈൻ ഫോൾഡർ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് നമുക്കിത് വലിയൊരു സംഭവമായിട്ട് തോന്നാത്തത്. ഈ ഒരു വീഡിയോൻ്റെ ഇടയ്ക്കാണെങ്കിലോ നമ്മുടെ ടൈം ലൈൻ കിടക്കുന്നത് എങ്ങനെ തപ്പിയെടുക്കും, ഇത്ര വീഡിയോൻ്റെ ഇടയ്ക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവും അല്ലേ. ഈ സമയങ്ങളിൽ നമുക്ക് വേഗം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലൈൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്തു പോരാ. ഓക്കെയാണ്. ഇനി കൂടുതൽ അതിലൊന്നും പറയുന്നില്ല. നമ്മൾ നേരെ ടൈം ലൈനിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ നമ്മൾ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക, ഈ വീഡിയോയിൽ വരാം. നമുക്ക് ഒന്നെങ്കിൽ
ഇവിടെ ഡബിൾ ക്ലിക്ക് അടിക്കാം. ഏത് ക്ലിപ്പാണ് ഓക്കെ എന്ന് നോക്കുക. ഷോർട്ട് ഫിലിം ഒക്കെ ആണെങ്കിലും കല്യാണ വീഡിയോസ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് വേണ്ട ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടുന്ന് ബാക്കോട്ടേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇൻ പോയിന്റ് ആഡ് ചെയ്യാം. ഇവിടെ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ബാക്കോട്ടേക്കുള്ള ഭാഗം നമുക്ക് കട്ടായി പോയിട്ടുണ്ടാവും. ഇവിടുന്ന് മുന്നോട്ടേക്കുള്ള ഭാഗം മാത്രമേ ടൈം ലൈനിലേക്ക് ആഡ് ആവുള്ളൂ. ഓക്കെ അല്ലേ? കുറച്ചുകൂടെ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് പോയിന്റും കട്ട് ചെയ്തു. അപ്പോൾ ഈ ഇടയ്ക്കുള്ള ഈ ഭാഗം മാത്രമാണ് നമുക്കിപ്പോൾ ആവശ്യം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് ഓഡിയോ വേണ്ട, വീഡിയോ മാത്രം മതിയെങ്കിൽ ഈ ഒരു ഐക്കൺ ഉണ്ടാവും, ഇത് ക്ലിക്ക് ചെയ്ത് ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ വരില്ല, പകരം വീഡിയോ മാത്രം വരും. ഇനി ചില സമയങ്ങളിൽ നമുക്ക് വീഡിയോ വേണ്ടി വരില്ല, ഓഡിയോ മാത്രം മതിയാവും അല്ലേ? നമുക്കൊരു സിനിമാ പാട്ടിൻ്റെ അകത്തുനിന്ന് പാട്ട് മാത്രം എടുക്കണം വീഡിയോൻ്റെ അകത്തുനിന്ന്, അങ്ങനെയാണെങ്കിൽ ഈ ഓഡിയോ മാത്രം ഇവിടേക്ക് വലിച്ചിട്ടാൽ മതി. കണ്ടോ? വീഡിയോ വരില്ല. ഈ രീതിയിൽ ആഡ് ചെയ്യാം. പിന്നെ ഏത് രീതിയിൽ ആഡ് ചെയ്യാം? ഇവിടെ പിടിച്ച് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓഡിയോയും വീഡിയോയും ഒരുമിച്ച് ഇവിടേക്ക് ആഡ് ആവും. ഇനി നമുക്ക് ഒരുപാട് വീഡിയോസ് ഒരുമിച്ച് ആഡ് ചെയ്യണമെങ്കിലോ ജസ്റ്റ് ഇതേപോലെ ഡ്രാഗ് ചെയ്യാം നമുക്ക് വേണ്ട ഭാഗങ്ങൾ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഫസ്റ്റ് വേണ്ട ഒരു ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കുക, അവസാനത്തെ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അത്ര എണ്ണം ആഡ് ചെയ്യാം. ഇനി മൊത്തത്തിൽ വേണമെങ്കിലോ Ctrl+A Command A അടിച്ച് കഴിഞ്ഞാൽ മൊത്തം സെലക്ട് ആവും. എന്നിട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യാം. ഇനി ഇങ്ങനെയല്ല, നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ചെണ്ണാണെങ്കിലോ ഒന്ന് ഇത് വേണം, Ctrl പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വേണ്ട ക്ലിപ്പുകൾ സെലക്ട് ചെയ്യുക. ഞാൻ കമാൻഡ് പറയുന്നത് മാക്കിലാണെങ്കിൽ കമാൻഡ് ആയിരിക്കും, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ആയിരിക്കും കേട്ടോ. ആ രീതിയിലാണ് ഞാനത് മാറ്റി പറയണ്ടല്ലോ. കമാൻഡ് എന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലാവുമല്ലോ. നിങ്ങളുടെ കീബോർഡിൽ ഏതാണുള്ളത് അത് യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ വേണ്ടത് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്ന മെയിനായിട്ട് രീതി. അപ്പോൾ ഞാൻ ഇവിടേക്ക് 1-2 വീഡിയോസ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പുളുമാമൻ എന്ന വ്യക്തി നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഒരു വീഡിയോ ആണ്. ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ പുളുമാമനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഭാഗം നമുക്ക് വേണ്ട പോലെ ഇവിടേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇവിടുന്ന് എങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക? ഈ ഒരു ബ്ലേഡ് ടൂൾ കണ്ടോ? ഈ ബ്ലേഡ് ടൂൾ എടുക്കുക, ഇവിടെ ഒരു കട്ട് ആഡ് ചെയ്യുക. ബി ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്, കണ്ടോ? ഇനി എ അടിക്കുക, അതായത് ഈ ടൂൾ എടുക്കുക, എ അല്ലെങ്കിൽ അടിക്കുക, ഇവിടെ വന്ന് സെലക്ട് ചെയ്യുക, ബാക്ക് സ്പേസ് ഓർ ഡിലീറ്റ് അടിച്ച് ബാക്കോട്ടേക്കുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഇവിടുന്ന് മൊത്തത്തിൽ ഡിലീറ്റ് ആയിട്ട് പോകണമെങ്കിലോ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ, അവിടേക്ക് മൊത്തം റിപ്പിളായിട്ട് ഡിലീറ്റ് ചെയ്ത് പോയി. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ റിപ്പിൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കോട്ടേക്ക് റിപ്പിളായിട്ട് ഡിലീറ്റ് ആയിട്ട് പോയിക്കോളും. ഓക്കെ അല്ലേ? ഇതേപോലെ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ട്രിമ്മിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അതെങ്ങനെയാണ്? ഈ എഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ട്രിം ചെയ്ത് ഒഴിവാക്കാം. കണ്ടോ? ഒന്നെങ്കിൽ ഇതേപോലെ ഒഴിവാക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ഐക്കൺ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടി ആണ് ഷോർട്ട് കട്ട്. ടി അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ എഡ്ജിൽ വെച്ച് വലിച്ച് നോക്കിയേ, കണ്ടോ? അവിടേക്ക് കട്ടായിട്ട് പോകും. കണ്ടോ? അത്രയും ഭാഗം നമുക്ക് വേണ്ട, അവിടെ കട്ടായി പോയി, ആ ഒരു സ്പേസ് അവിടെ ഉണ്ടാവുകയില്ല. എളുപ്പമല്ലേ? ഇനി അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ്, കണ്ടോ? കട്ടായിട്ട് പോണേ. ഇനി നമുക്ക് ഇവിടുന്ന് ബാക്കോട്ടേക്ക് മൊത്തമായിട്ട് കട്ടായിട്ട് പോകണം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടേക്ക് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ കട്ടായിട്ട് പോകണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? കമാൻഡ് ഷിഫ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ്, കൺട്രോൾ ഷിഫ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് അടി. കണ്ടോ? അവിടേക്ക് കട്ടായിട്ട് പോയി. ഇനി മുന്നോട്ടേക്ക് കട്ട് ചെയ്ത് പോകണമെങ്കിലോ ഇതേപോലെ തന്നെ കമാൻഡ് ഷിഫ്റ്റ് കൺട്രോൾ ഷിഫ്റ്റ് ക്ലോസ് ബ്രാക്കറ്റ്, കണ്ടോ? മുന്നോട്ടേക്കുള്ള ഭാഗം കട്ടായി പോയി. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്പീഡിൽ എഡിറ്റ് ചെയ്ത് പോകും. പക്ഷേ നമുക്കിത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അല്ലേ? 3 കീ ഒക്കെ ഒരുമിച്ച് അടിക്കണം. അതിന് പകരം ഞാനൊരു എളുപ്പവഴി വരട്ടെ. നമ്മുടെ കീബോർഡിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഇപ്പം തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യം വരുന്ന സ്വിച്ച്, അതായത് ആൽഫബറ്റ് വരുന്നത് ക്യൂ ആണ്. ക്യൂ കഴിഞ്ഞ് ഡബ്ല്യു ആണ്, ഡബ്ല്യു കഴിഞ്ഞ് ഇ ആണ്, താഴെ ASD ആണ്. ഈ ഒരു 6 സ്വിച്ചിലേക്ക് നമുക്ക് വേണ്ട അർജൻറ്റായിട്ട് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് അസൈൻ ചെയ്യാൻ പോവാണ്. അതിന് എന്താ ചെയ്യുക? നേരെ ഇവിടെ വരിക, എന്നിട്ട് ഡാവിഞ്ചി റിസോൾവിൻ്റെ കീബോർഡ് കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ കണ്ടോ? ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു വിൻഡോ നമുക്ക് ഓൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ആദ്യം തന്നെ ഡിലീറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ അല്ലേ? ഡിലീറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എഡിറ്റ് ടൈം ലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. വേറെ ഒന്നും നോക്കണ്ട, എഡിറ്റ് ടൈം ലൈനിലാണ് നമ്മൾ മെയിനായിട്ട് ഇത് മാറ്റാൻ പോകുന്നത് കേട്ടോ. എഡിറ്റ് ടൈം ലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ്റെ അകത്ത് വന്നിട്ട് ഇവിടെ റിപ്പിൾ ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അല്ലേ? അവിടെ ഞാൻ ഏതാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ഞാൻ തൽക്കാലം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ്. അവിടെ ഷിഫ്റ്റ് ബാക്ക് സ്പേസ് ഒക്കെയാണ് ഷോർട്ട് കട്ടായിട്ട് വരുന്നത് കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡി എന്നുള്ളൊരു ബട്ടൺ ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഡിക്ക് എന്തോ ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണിക്കുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എന്താണ്? എനേബിൾ ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിപ്പിൾ ഡിലീറ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ക്ലിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഡി അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെയാണ്, അവിടെ സെറ്റ് ആയിട്ടോ. ഇനി ഞാൻ അടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പോകണം. അടുത്ത് എന്ത് സെർച്ച് ചെയ്യാൻ പോകണം? വീണ്ടും ഡിലീറ്റ് തന്നെ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് എഡിറ്റ് ടൈം ലൈനിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് സെലക്റ്റഡ് എന്നുള്ളത്. അത് ഇവിടുന്ന് ഒഴിവാക്കിയാൽ എസ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അത് രണ്ടും സെറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം. നമ്മുടെ സ്പ്ലിറ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈം ലൈൻ കാണാൻ പറ്റും. അവിടെ ഏതാണ്? കമാൻഡ് / ആണല്ലേ ഉള്ളത്. അത് മാറ്റിയിട്ട് ഞാൻ ഇവിടേക്ക് W എന്നുള്ളൊരു ഓപ്ഷൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും ഒരു പ്രശ്നക്കാരൻ ഇവിടെ വന്നു, അതിൽ ക്ലിക്ക് ചെയ്യുക. അതേതാണ്? ഡൈനാമിക് മീഡിയ എന്നുള്ള സംഭവമാണ് അല്ലേ? ഡൈനാമിക് ട്രിം മീഡിയ എന്നുള്ളതാണ്. ഞാൻ
ഒഴിവാക്കി വിടുന്നത്. അതെവിടെയാണ് ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കറക്റ്റായിട്ട് എവിടെയാണെന്ന് നോക്കുക, അത് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ക്ലിപ്പ് എന്നുള്ളത് മാത്രമേ സംഭവമായിട്ട് മാറും ഇവിടെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഇവിടെ പ്ലേ ഹെഡ് നിന്ന് സെർച്ച് ചെയ്യാം. പ്ലേ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് ട്രിം എന്നുള്ള ഓപ്ഷൻ്റെ അകത്തായിരിക്കും ഇത് വരിക കേട്ടോ. ഈ ട്രിമ്മിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ റിപ്പിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. റീസൈസ് അല്ല, അതിൻ്റെ താഴെ റിപ്പിൾ എന്ന് വരും. എവിടെയാണ് പ്ലേ എന്ന് അടിച്ച് കഴിഞ്ഞാൽ റിപ്പിൾ എന്നുള്ള ഓപ്ഷൻ വരും. റിപ്പിൾ വന്ന് എൻഡ് ടു പ്ലേ ഹെഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ഷിഫ്റ്റ് കമാൻഡ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് പറഞ്ഞില്ല, അതാണ് കേട്ടോ. ഈ എൻഡ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ഇ എന്നുള്ള ബട്ടൺ അസൈൻ ചെയ്ത് കൊടുക്കുക. അസൈൻ കൊടുക്കുക. ഇവിടെ ഏത് കൊടുക്കുക, ക്യൂ എന്നുള്ള ബട്ടൺ അസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് പ്രശ്നക്കാരെ എന്ത് ചെയ്യുക, ഇവിടുന്ന് തൽക്കാലം റിമൂവ് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, വീണ്ടും പ്ലേ തന്നെ അടിക്കാം. ഇനി അങ്ങനെ വരാൻ ബുദ്ധിമുട്ട്, സെർച്ച് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ക്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ക്യൂവിൽ അസൈൻ ചെയ്ത സംഭവങ്ങളൊക്കെ കാണും. സ്റ്റാർട്ട് പ്ലേ ഹെഡ് നമ്മളിപ്പോൾ അസൈൻ ചെയ്താണ്. അതിൻ്റെ അപ്പുറത്ത് സോഴ്സ് ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ, അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് മാത്രം അസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി സ്ലോയിലാണ് ചെയ്ത്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഞാൻ ഇതോരോന്നോരോന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങൾക്ക് തോന്നുന്നു ഇത്തിരി ഫാസ്റ്റാണ്, ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ മാത്രം അവിടേക്ക് സ്വിച്ച് ചെയ്ത് പോകാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മൊത്തം സെറ്റ് ചെയ്ത് ഞാനിവിടെ സേവ് കൊടുത്തു. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ പേരോ എന്തെങ്കിലും കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ ഡാർക്ക് വുൾഫിൻ്റെ പേര് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി ഞാൻ ഈ വീഡിയോയിൽ വന്ന ശേഷം ഇവിടെ വെച്ചിട്ട് ക്യൂ പ്രസ് ചെയ്യാണ് ബാക്കോട്ട് കട്ടാവും, ഇ പ്രസ് ചെയ്യാണ് മുന്നോട്ട് കട്ടാവും, ഡബ്ല്യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നടുക്കൊരു കട്ട് വീഴും. കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് എഡിറ്റിംഗ് പോകുന്നത് നോക്കിക്കോ. നമുക്കിവിടെ ഡിലീറ്റിൻ്റെ ആവശ്യവുമില്ല, സെലക്ഷൻ്റെ ആവശ്യവുമില്ല, പിന്നെ വന്നിട്ട് ബ്ലേഡ് എടുക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ബാക്കോട്ടേക്ക് നമുക്ക് വേണ്ടാത്ത ഭാഗം എവിടെ കിടക്കുന്നോ ക്യൂ പ്രസ് ചെയ്ത് കട്ട് ചെയ്യുക, മുന്നോട്ടേക്ക് എവിടെ കിടക്കുന്നോ ഇ പ്രസ് ചെയ്ത് കട്ട് ചെയ്യുക. ഇനി ഇവിടെ ഒരു കട്ട് ആഡ് ചെയ്യണം, ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു കട്ട് ആഡ് ചെയ്യുക. ഇനി മുന്നോട്ടേക്ക് ഇവിടെ വരെ, ഇവിടുന്ന് അങ്ങോട്ടാണ് വേണ്ടത്. ബാക്കോട്ടേക്ക് വേണ്ടെങ്കിൽ എന്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുക, ക്യൂ പ്രസ് ചെയ്യുക അല്ലേ. ഇനി ഇവിടുന്ന് മുന്നോട്ടേക്ക് കുറച്ച് ഭാഗമാണ് പോകണമെങ്കിൽ ഇവിടെ വെക്കുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇ പ്രസ് ചെയ്യുക. കണ്ടോ സിമ്പിൾ അല്ലേ, ക്യൂ ഡബ്ല്യു ഇ. ഇനി നമുക്ക് ഈ ഒരു ക്ലിപ്പിനാണ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ എസ് അടിച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. അപ്പോൾ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഇവിടെ വരും അല്ലേ. അപ്പോൾ കമാൻഡ് സി അടിച്ചിട്ട് അല്ലെ കൺട്രോൾ സി അടിച്ചിട്ട് സെഡ് കേട്ടോ, കൺട്രോൾ സെഡ് കമാൻഡ് സെഡ് അടിച്ച് കഴിഞ്ഞാൽ അൺഡു അടിക്കാം. എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ റിപ്പിൾ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഡി ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചത്. അപ്പോൾ കണ്ടോ എത്ര സ്പീഡിൽ പരിപാടി ചെയ്യുന്നറിയോ. ഇത് ആഡ് ചെയ്തു. ഇനി അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് ചെറുതാക്കണമെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ ചെറുതാക്കിയും വലുതാക്കുകയും ചെയ്യാം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടൈമിലേയും കാണണം, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ആ ടൈമിലെ മൊത്തം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങി വരും കേട്ടോ, കുറേ ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ. ഇനി അങ്ങനെ അല്ലെങ്കിൽ കമാൻഡ് ബട്ടൺ കൺട്രോൾ ബട്ടൺ അടിക്കുക, പ്ലസ് ബട്ടൺ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ, സൂം ഔട്ട്. ഇനി അങ്ങനെയോ അല്ലെങ്കിൽ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, ആൾട്ട് ബട്ടൺ അല്ലെങ്കിൽ ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, മൗസ് ഒന്ന് തിരിച്ചു വയ്ക്കുക. കണ്ടോ ചെറുതാവും, ടൈം ലൈന് വലുതാവും. ടൈം ലൈനേ വലുതാവുള്ളൂ കേട്ടോ, വീഡിയോയുടെ ലെങ്ത് ഒന്നും കൂടില്ല. പിന്നെ കമാൻഡ് ബട്ടൺ കൺട്രോൾ ബട്ടൺ അടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ മുന്നോട്ടേക്ക് ഇങ്ങനെ പോകും, ബാക്കോട്ടേക്ക് ഇങ്ങനെ വരും. ഇനി ഷിഫ്റ്റ് അടിച്ച് കഴിഞ്ഞാലോ ഇതേപോലെ കംപ്രസ് ചെയ്ത് വെക്കാം, എക്സ്പാൻഡ് ചെയ്ത് വെക്കാം. ഓഡിയോയിൽ വന്നാൽ ഓഡിയോ ഇതേപോലെ ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഇവിടെ മൗസിൻ്റെ മുകളിൽ കൺട്രോള് ആൾട്ട് ഷിഫ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് ഓപ്ഷൻ ഷിഫ്റ്റ് എന്നുള്ള ബട്ടണിൽ വരുന്നുണ്ട്. ഓക്കെ ആണേ. അപ്പോൾ നമ്മൾ ബേസിക് എഡിറ്റിംഗ് പഠിച്ചു. എന്താണ് വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ബേസിക് എഡിറ്റിംഗ്. ഇനി നമ്മൾ നേരെ ഈ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റിൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലേ, അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ സൂം ചെയ്യാം. കണ്ടോ ഇതേപോലെ സൂം ചെയ്യാം. പൊസിഷൻ ഇതേപോലെ ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ ഇനി ആങ്കർ പോയിന്റ് ഉണ്ട്, അതായത് നമുക്ക് എവിടെ റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ള ആങ്കറൊക്കെ മാറ്റാനുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ പിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇതേപോലെ ഒരു മിനിറ്റ് റീസെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് മൊത്തം റീസെറ്റ് ചെയ്യാം. ഓരോന്നോന്ന് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ പേരിൻ്റെ അകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം റീസെറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ. കാണിച്ചു തരാം. സൂമായി പോയി റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, റീസെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇതേപോലെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, ഇതേപോലെ എഫക്റ്റുകൾ. പിന്നെ യാവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ് ഇതേപോലെ ചെയ്യാൻ വേണ്ടിയുള്ള. ഓക്കെ, ഇതൊന്നും നമുക്ക് അങ്ങനെ ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഇതിൽ നാച്ചുറൽ അതായത് സ്റ്റാൻഡേർഡ് എഡിറ്റിങ്ങിലൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതേപോലെ ഫ്ലിപ്പ് ചെയ്ത് വെക്കാം, ലെഫ്റ്റ് ടു റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ബോട്ടം ടു അപ്പ് അതായത് മുകളിൽ താഴേക്ക് താഴെ മേലോട്ട് ഇതേപോലെ ഫ്ലിപ്പ് ചെയ്തൊക്കെ വെക്കണമെങ്കിൽ ഇത്. ഇനി ഈ കാര്യങ്ങളൊന്ന് എളുപ്പത്തിൽ ചെയ്യാൻ എന്താ ചെയ്യുക, ഇവിടെ കണ്ടാൽ ഇവിടെ നമ്മൾ വ്യൂവറിൻ്റെ അകത്ത് വന്നാൽ ഇങ്ങനെ ഒരു ഐക്കൺ കാണും അല്ലേ, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ എടുത്തുകൊണ്ട് വെക്കാം. പിന്നെ എന്ത് ചെയ്യാം, ഇതിൽ പിടിച്ചിട്ട് സൂം ഔട്ട് ചെയ്യാം. ഈ ഒരു ബട്ടണിൽ പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോഴാണ് നമ്മൾ ആങ്കർ എന്താണെന്ന് പറയാൻ പോണത്. ഈ ആങ്കറിന് കണ്ടോ, ആങ്കറിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയാൽ ഈ ഒരു പൊസിഷൻ കണ്ടോ ഇത് മാറി വരും. കണ്ടോ ആങ്കർ മാറി വരുന്നത്. ഞാൻ ഈ ആങ്കർ ഇവിടേക്കാണ് വെച്ചിട്ട് സൂം ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഏരിയയിലേക്ക് സൂം ആവും. കണ്ടോ നടുക്കേക്കല്ല സൂം ആവുക, ആ ഒരു ഏരിയയിലേക്ക് സൂം ഔട്ട് ആവും. പൊസിഷനിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ആംഗിളിലാണ് വരിക. കണ്ടോ ആംഗിൾ റൊട്ടേറ്റ് ആവുന്ന എവിടെ നിന്ന് കണ്ടോ, ഇത്തിരി സൂം ഔട്ട് ചെയ്യട്ടെ എന്ന് നോക്കിട്ടോ. ആ ഒരു
അവിടെ ആണിടിച്ച് വെച്ച പോലെ, എപ്പോഴും ഞാൻ പറയുന്നൊരു എക്സാമ്പിളാണ്, ആണിടിച്ച് വെച്ച പോലെ അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും കണ്ടോ. ഇനി ആങ്കർ പോയിന്റ് മാറ്റിയിട്ടാലോ, ഇതാ ആങ്കർ പോയിന്റ് ഞാൻ മാറ്റിയത് അവിടേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ കിടന്ന് റൊട്ടേറ്റ് ആവുന്നു ഈ ആംഗിൾ കണ്ടോ. എവിടെയാണോ ആ ഒരു പോയിന്റ് ഇരിക്കുന്നത്, ഇനി സെൻറ്ററിലാണ് ഇരിക്കുന്നതെങ്കിൽ സെൻറ്ററിൽ, കറക്റ്റ് സെൻറ്ററിലാണെങ്കിൽ സെൻറ്ററിൽ റൊട്ടേറ്റ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഐഡിയ? ഓക്കെ. ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മുകളിലും താഴെയൊക്കെ ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ എന്താ ചെയ്യുക, ഈ ക്രോപ്പിംഗ് ഓൺ ആക്കിയിട്ട് ടോപ്പിൽ ഒരു 100 കൊടുക്കുക, 4K ആണെങ്കിൽ 200 കൊടുക്കുക. എന്നിട്ട് താഴെ എന്ത് ചെയ്യണം, ഒരു 100 കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് സ്പേസ് മുകളിലും താഴെയും വരും. ഇവിടെ എനിക്ക് ഇങ്ങനെ കാണാനുള്ള കാരണം എന്താണെന്നറിയോ, ഇവിടെ ഒരു ഐക്കൺ ഉണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂവർ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഗ്രേ വേണമെങ്കിൽ ഗ്രേ കൊടുക്കാം, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം, അങ്ങനെ ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ട്രാൻസ്പെറൻറ്റ് കൊടുത്തോണ്ടാണ് എനിക്ക് അവിടെ ചതുരക്കെട്ടായിട്ട് കാണിച്ചത്. ഓക്കെ അല്ലേ? ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾക്ക് സിനിമയൊക്കെ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു കേട്ടോ. ആദ്യ ലെവലിൽ നിങ്ങൾ എഡിറ്റിംഗ് കഴിഞ്ഞു, ഇതേപോലെ ചെയ്തു. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലിപ്പിന് ചെറിയ ഷെയ്ക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. ഈ സ്റ്റെബിലൈസിൽ വന്ന ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റെബിലൈസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പിൻ്റെ ചെറിയ ആട്ടങ്ങളൊക്കെ കയ്യിൽ മൊബൈലിലൊക്കെ കയ്യിൽ പിടിച്ചെടുത്തൊക്കെ ആണെങ്കിൽ ആ ആട്ടം കുറേ നമ്മൾ ട്രൈപോഡിലിട്ട് എടുത്തുകൊണ്ട് ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ പിന്നീടേ പറയുള്ളൂ, തൽക്കാലം ഒഴിവാക്കി വിടുകയാണ്. ഒപ്പാസിറ്റി ഉള്ള സംഭവം ഉണ്ടല്ലോ, ട്രാൻസ്പെറൻസി കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഈ ഒരു സംഭവം ഇവിടെയാണ് വരുന്നത്, അത് നോക്കി വെക്കുക. പിന്നെ നമ്മുടെ ബ്ലെൻഡിങ് മോഡുകൾ, കോമ്പോസിറ്റ് മോഡ്, അതായത് ആഡ് കളർ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നമ്മൾ പിന്നെ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾ യൂസ് ചെയ്ത് പോകാം കേട്ടോ. പിന്നെ സൂപ്പർ സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ലാസ്റ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ 2x എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HD-നെ 4K എൻഹാൻസ് ചെയ്തു. പിന്നെ അതിൻ്റെ ഷാർപ്നെസ്സും നോയ്സ് റിഡക്ഷനും ഒക്കെ ചെയ്യണമെങ്കിൽ അത് ഇവിടെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്യാം. സിസ്റ്റം ഒന്ന് സ്ലോ ആവും, ഹെവി സ്പെക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ. ഞാൻ റീസെറ്റ് ചെയ്യാണ്, എനിക്ക് ഇപ്പോൾ ഇവിടെ വേണ്ട, സൂപ്പർ സ്കെയിൽ വേണ്ട, ഞാൻ ഓഫ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ മെയിനായിട്ട് ഇവിടെ എഡിറ്റിങ്ങിൽ വീഡിയോയിൽ ഇത്ര തന്നെ വരുന്നുള്ളൂ. ഇനി നമുക്ക് തൊട്ട് താഴെയായിട്ട് ഓഡിയോയുടെ സെക്ഷൻ ഉണ്ടല്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ ഇൻസ്പെക്ടർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വോളിയം ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ചാനൽ ഇടത്തെ ഭാഗത്ത് ചെവിയിൽ കേൾക്കണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം, വലത്തെ ഭാഗത്ത് ചെവിയിൽ കേൾക്കണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെയാണ്. ഇതിൻ്റെ ഒക്കെ അഡ്വാൻസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, വീണ്ടും വീണ്ടും പറയാണ്. നിങ്ങൾ ചാനൽ 1ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഇതിൽ എന്തെങ്കിലും നോയ്സ്, അതായത് കാറ്റടിക്കുന്ന സൗണ്ട്, ഓവറായിട്ട് വരുന്ന കുട്ടികളുടെ സൗണ്ട്, ബാക്കിൽ പട്ടി, വണ്ടി, ഇങ്ങനെ തുടങ്ങിയ എല്ലാ നോയ്സുകളും കട്ട് ചെയ്യണമെങ്കിൽ ഈ ഐസൊലേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പറയുന്നത് ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയാണ്. ഫ്രീ വെർഷനിൽ ഇത് ഉണ്ടാവില്ല കേട്ടോ, ഈ വോയിസ് ഐസൊലേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെയ്ഡ് വെർഷൻ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഈ വോയിസ് ഐസൊലേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അതിനകത്ത് നമുക്ക് വോയിസ് ഐസൊലേഷൻ എങ്ങനെയാണോ പാകത്തിന് കൂട്ടി വെക്കാം, കുറച്ച് വെക്കാം. നോയ്സൊക്കെ ഒരുപാട് കട്ടായിട്ട് പോകും കേട്ടോ. അതേപോലെ നമുക്ക് ഡയലോഗ് ലെവലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മ്യൂസിക് റീമിക്സർ ഉണ്ട്. മ്യൂസിക് റീമിക്സർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നമ്മുടെ സൗണ്ട് മാത്രം മതി, കരോക്കെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എളുപ്പമാണ്. എന്താ ചെയ്യുക, മ്യൂസിക് റീമിക്സർ ഓൺ ആക്കുക, നമ്മുടെ ഒരു വോയിസ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതായത് പാട്ടിൻ്റെ ആളുടെ സൗണ്ട് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കരോക്കെ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇത് മാത്രം ഓൺ ആക്കി ഇട്ടിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി സൗണ്ടുകളൊക്കെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് മാത്രം കേൾക്കാൻ പറ്റും. ഓക്കെയാണ്. പിന്നെ പിച്ച് ഉണ്ട്. പിച്ച് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ സൗണ്ട് ഒരു വലിയ കനുള്ള സൗണ്ട് ആക്കണേ ബാക്കോട്ടേക്ക് കൊണ്ടുവരിക, സ്ത്രീകളുടെ ശബ്ദം പോലെ ആക്കണമെങ്കിൽ വലത്തേക്ക് കൊണ്ടുവരിക, അതിൻ്റെ ഒരു ഫൈൻ ട്യൂൺ ആണ് താഴത്ത് വരുന്നത്. പിന്നെ ഈക്വലൈസർ ഉണ്ട്. നമ്മൾ ഈക്വലൈസർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ കാണുക കേട്ടോ. അല്ലാത്തവർ എന്ത് ചെയ്യുക, ബേസിക് വീഡിയോസ് ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്, അത് കാണുക കേട്ടോ. കുറച്ചുകൂടി സ്ലോ ആയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഇതിനകത്ത് കുറച്ച് ഫാസ്റ്റ് ആണ്. ഇതേപോലെ ഈക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ബാസ് കട്ട് ചെയ്യാം, ട്രബിൾ കട്ട് ചെയ്യാം, നമ്മുടെ സൗണ്ട് അതായത് വോക്കൽ സൗണ്ടുകൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെയാണ് 1K തൊട്ടിട്ട് ഒരു 500K വരെ ആ റേഞ്ചിൽ വരുന്നത് കേട്ടോ. അത് ചെയ്യാം. ഈ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എൻ്റയർ ട്രാക്ക്, ഇതിൻ്റെ അകത്ത് എത്ര വീഡിയോസ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഓഡിയോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓഡിയോയിലല്ല, ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും കണ്ടോ. ആ ഈ ഒരു ട്രാക്കിൽ ഇനി എത്ര വീഡിയോ ഉണ്ട് അതിൻ്റെ ഒക്കെ ഓഡിയോ കുറയും കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മിക്സർ എന്നുള്ള സംഭവം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, മിക്സർ ഉണ്ട് ഇവിടെ. മിക്സർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് മിക്സറിൻ്റെ അകത്തും ഇതേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓഡിയോ 1 ഇവിടെ ഓഡിയോ ട്രാക്ക് കൂടെ ഉണ്ടെങ്കിൽ നോക്കിക്കോ, ട്രാക്ക് ആഡ് ട്രാക്ക്, ഒരു ട്രാക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാം കേട്ടോ, ഓഡിയോ ട്രാക്ക്. എന്നിട്ട് ട്രാക്ക് 2ന് ഇതേപോലെ കൺട്രോൾ ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അല്ല, വേണമെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് മേലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു ട്രാക്ക് ഉണ്ടാവും, വീണ്ടും മേലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ പിടിച്ച് മേലോട്ട് കഴിഞ്ഞാൽ ഒരു ട്രാക്ക് ഉണ്ടാവും. ഇങ്ങനെ ട്രാക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇങ്ങനെയും ട്രാക്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം. അതായത് എന്താ ചെയ്യുക, കമാൻഡ് C കൺട്രോൾ C, എന്നിട്ട് പേസ്റ്റ് ചെയ്യണമെങ്കിലോ കമാൻഡ് V കൺട്രോൾ V അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ പേസ്റ്റ് ആവും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതേപോലെ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക, ആൾട്ട് ബട്ടൺ അല്ലെങ്കിൽ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, ഇങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു കോപ്പി അവിടെ വന്നു കണ്ടോ. അതിൻ്റെ ഒരു കോപ്പി അവിടെ വന്നു. സിമ്പിൾ അല്ലേ? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കോപ്പി എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞു. ഇപ്പം നിങ്ങളൊരു എഡിറ്ററായിട്ട് മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഹോംലി മീൽസ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് നമുക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക,
എന്നിട്ട് എന്ത് ചെയ്യുക, വേണ്ട ഭാഗങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു സിനിമ പോലെ ആക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ ബേസിക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ബേസിക് എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാം. എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഇതിൻ്റെ മേലേക്ക് എന്തെങ്കിലും ലോഗോസോ ടൈറ്റിൽസോ ഒക്കെ ആഡ് ചെയ്ത് വെക്കണമെങ്കിൽ ആഡ് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണ്? ഇവിടെ എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടോ? ഈ എഫക്ട്സ് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ താഴെ വരെയേ കിട്ടും കേട്ടോ എഫക്റ്റ്. ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ വരുന്ന ട്രാൻസിഷൻ എന്നുള്ള ഒരു ഓപ്ഷനിൽ വന്നു. അത് നമുക്കിവിടെ എന്തെങ്കിലും വീഡിയോ ട്രാൻസിഷൻ കൊടുക്കണമെങ്കിൽ ഇത് എക്സാമ്പിളായിട്ട് നമ്മൾ ഇങ്ങനത്തെ ട്രാൻസിഷൻസ് ഒക്കെ കൊടുക്കും. കാണിച്ചു തരാം. നമ്മളത് സ്റ്റാൻഡേർഡ് അല്ല, ചില സമയങ്ങളിൽ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യുള്ളൂ. സ്റ്റാൻഡേർഡ് സിനിമയിലൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ട്രാൻസിഷൻ ഒന്നും അധികം കൊടുക്കില്ല. പക്ഷേ നമുക്ക് ചില വീഡിയോസൊക്കെ ഇതേപോലെ ഇങ്ങനെ ട്രാൻസിഷനൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ. ഈ ഒരു ക്ലിപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകാത്ത വേറൊരു ക്ലിപ്പിലേക്കാണ് ഒന്നിലേക്ക് മാറാനാണ് നമ്മൾ ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടൊരു കാര്യം പറയട്ടെ, നമുക്ക് എന്തെങ്കിലും 2 ക്ലിപ്പുകൾ ജമ്പിങ് ആയി പോകുന്നുണ്ട്. ജമ്പിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് ഒരു ക്ലിപ്പിൽ നിന്ന് ഒരു ക്ലിപ്പിലേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് ഒരേ ക്ലിപ്പുകൾ തന്നെ ആണെങ്കിൽ തല പെട്ടെന്ന് വെട്ടിക്കുന്ന ഒരു സീനൊക്കെ, നേരെ നിൽക്കുന്ന ആൾ പെട്ടെന്ന് തല ഇടത്തോട്ട് ചെരിഞ്ഞ് പോകുന്ന സീനുകളൊക്കെ വരികയാണെങ്കിൽ അവിടെ നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇവിടെ ആഡ് ചെയ്യുന്ന അഡിറ്റീവ് ഡിസോൾവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസോൾവാണ്. നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇതേപോലെ ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇട്ടിട്ട് ആഡ് ആവുന്നില്ല. എന്തുകൊണ്ടാണ് കാരണം എന്നറിയോ? നമ്മുടെ എഡ്ജിൽ ട്രാൻസിഷൻ ആഡ് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക? ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ എഡ്ജിൽ മൗസ് വെച്ചിട്ട് ഈ ഒരു ഐക്കൺ വരും കേട്ടോ. ഈ ഒരു ഐക്കൺ വരുന്ന സമയത്ത് ബാക്കോട്ടേക്ക് കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ ആണേ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനി ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് മുന്നോട്ടേക്കും കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇത് രണ്ടും ചേർത്ത് വെക്കുക. എന്നിട്ട് അവിടേക്ക് അഡിറ്റീവ് ഡിസോൾവ് ആഡ് ചെയ്ത് വെക്കുക. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ആഡ് ആവുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അതായത് വീഡിയോ ഓഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസിഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ ട്രാൻസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ബോർഡറിൻ്റെ വിഡ്ത്ത് കൂട്ടാം, അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാം. കണ്ടോ, ഇതിന് എന്തൊക്കെ എഫക്റ്റുകളുണ്ടോ അതൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ ബ്ലറാക്കി ഇടുക. കണ്ടോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെയാണ് വന്ന് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഒരുപാട് ട്രാൻസിഷൻസ് ഉണ്ട്. ഇതൊക്കെ ആവശ്യമുള്ളത് ആഡ് ചെയ്ത് നോക്കുക. തൊട്ട് താഴെ ഓഡിയോക്ക് വരുന്ന ട്രാൻസിഷൻ ഉണ്ട്. കണ്ടോ, ഓഡിയോ ട്രാൻസിഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കാം. ചില ഒരു ഓഡിയോ എന്ന് പറഞ്ഞാൽ എന്നുള്ള സൗണ്ടൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലിങ് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ട്രാൻസിഷനാണ് ഇവിടെ വരിക. ഓക്കെ, അത് കഴിഞ്ഞ് താഴെ നമുക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതിയിടണമെങ്കിൽ ഈ ഒരു ടൈറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത്, ഇതാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന ടെക്സ്റ്റ് പ്ലസ് ഓർ ടെക്സ്റ്റ്. ഇതിനെ ഡ്രാഗ് ചെയ്ത് തൊട്ട് മുകളിലേക്ക് ഇടുക. ഓക്കെ അല്ലേ. എന്നിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുവെക്കാം. ഇവിടെ ഒന്ന് സ്ക്രിപ്റ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരണ്ട. എന്ത് ചെയ്താൽ മതി? ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടേക്കുള്ള കട്ടായിട്ട് പോയിക്കോളൂ അല്ലേ. ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല, കസ്റ്റം ടൈറ്റിൽ എന്നാണ് കാണുന്നത്. അത് നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും, ഞാൻ എൻ്റെ പേര് കൊടുത്തു. എൻ്റെ പേര് നിജിൻ എന്നാണ്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടില്ല അല്ലേ. നൈസ് ടു മീറ്റ് യു, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഓക്കെ, ഇനി അത് എഴുതി കഴിഞ്ഞാൽ തൊട്ട് താഴെ ഫോണ്ട് മാറ്റാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ആഡ് ചെയ്യാം. ഒരുപാട് ടൈപ്പിൽ ഫോണ്ടുകളുണ്ട്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ ഫോണ്ടുകൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും കിട്ടും കേട്ടോ. പിന്നെ ഇത് റെഗുലർ ആണോ, ബോൾഡ് ആണോ, ഇറ്റാലിക് ആണോ, ഇങ്ങനെ മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ ഇവിടെ മാറ്റാം. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കളർ മാറ്റാനുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും ഒരു കളറിലേക്ക് കൊടുക്കാം. ഈ കളറിലേക്ക് കൊടുത്തു, ഓക്കെ കൊടുത്തു. കണ്ടോ, ഇനി ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇതേപോലെ സൈസ് കൂട്ടാം. ഇത് തമ്മിലുള്ള വിഡ്ത്ത്, അതായത് തമ്മിൽ വിഡ്ത്ത് ഇങ്ങനെ കൂട്ടണമെങ്കിൽ ഇങ്ങനെ കൂട്ടാം. പിന്നെ 2 ലൈനിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിജിൻ ചോലക്കര, കണ്ടോ, ഈ നിജിനും ചോലക്കരയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ കണ്ട ലൈൻ സ്പേസിങ്, ഈ ലൈൻ സ്പേസിങ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ ഇങ്ങനെ സ്പേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അങ്ങനെ ആവശ്യം ഉണ്ടാവില്ല വിചാരിക്കാം. നമുക്ക് നിജിൻ മാത്രം മതി ഇത് കരുതുക. ഓക്കെ, ലൈൻ സ്പേസിംഗ് ഒക്കെ ഇനി റീസെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രാക്കിംഗ് എന്നുള്ള ഇവിടെ ഡബിൾ ക്ലിക്ക് അടിക്കുക. ലൈൻ സ്പേസിങ്ങിലൂടെ ഡബിൾ ക്ലിക്ക് അടിക്കുക. സൈസ് പറഞ്ഞെങ്കിൽ സൈസിൽ ഡബിൾ ക്ലിക്ക് അടിക്കുക. അപ്പോൾ റീസെറ്റ് ആയി. കണ്ടോ, പിന്നെ റീസെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റുകളൊക്കെ ഇവിടെ എഴുതിയും കൊടുക്കാം. വേണമെങ്കിൽ 0.5 കണ്ടോ, ഈ രീതിയിലേക്ക് മാറ്റാം. നമ്മൾ എത്രയാണ് 0.05 എന്നൊരു വാല്യൂ കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒക്കെ നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്യാം കേട്ടോ. തൊട്ട് താഴേക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ നോക്കുക. നമുക്കിതൊക്കെ ടെക്സ്റ്റിനെ കുറിച്ച് മാത്രം പറയുന്ന സമയത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞാൽ തീരില്ല. പിന്നെ അതിൻ്റെ ലേഔട്ടുകളുണ്ട്, ട്രാൻസ്ഫോമുകളുണ്ട്, ഷെയ്ഡിംഗ് ഉണ്ട്, ഇതിന് ആനിമേഷൻ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ചാനലിൽ കയറുക, അതിൽ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ എന്ത് സെർച്ച് ചെയ്യുന്നത് കൊടുത്തു, ടെക്സ്റ്റ് ആനിമേഷൻ ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഇതേപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട്. നല്ല രസമുള്ളതും നല്ല കോമിക് ആയിട്ടുള്ളതും പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും, പിന്നെ ഇതേപോലെ ആഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ ആഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ ആഡ് ചെയ്യേണ്ടത് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇതേപോലത്തെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആനിമേഷൻ വിത്ത് വരുന്നത് അതൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നല്ല അടിപൊളി ടൈറ്റിൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് വിട്ടാൽ മതി. അപ്പോൾ ഞാൻ ആ വീഡിയോ അയച്ചു തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ
മേടിക്കുകയും ചെയ്യാം. 100 രൂപയൊക്കെ ഉള്ളൂ, ചെറിയ പൈസേൻ്റെ സാധനങ്ങളാണ്. ഓക്കെ. പിന്നെ തൊട്ട് താഴെ ജനറേറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ജനറേറ്റേഴ്സ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ്. അതിന് താഴെ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മൾ വീഡിയോ എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്യുന്നത്. ഓക്കെ. ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പിലേക്ക് വീഡിയോ എഫക്റ്റ് ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ബൈനോക്കുലറിലൂടെ നോക്കുകയാണ് അച്ഛൻ നടന്നു വരുന്ന സീന്. ഇത് ഇത് ഞാൻ കട്ട് ചെയ്യട്ടെ. ഇനി ഡിലീറ്റ് ചെയ്തേ. ഏതാണ്? എസ് കേട്ടോ. ഡി ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുകയെന്ന് അറിയോ? ചിലപ്പോൾ താഴെയുള്ള ക്ലിപ്പ് കൂടി ഡിലീറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എസ് ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്യുക. അതായത് ഡിലീറ്റ് സെലക്റ്റഡ്, റിപ്പിൾ കൊടുക്കരുത്, എസ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ ആണേ. ഇനി ഞാൻ അച്ഛൻ നടന്നു വരുന്ന സീൻ ഒരാൾ ബൈനോക്കുലറിലൂടെ കാണാനുള്ള രീതിയാണ് ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കണ്ട. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഫക്റ്റിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്പെക്ടറിൽ വന്ന് ഓഡിയോ, വീഡിയോ, ട്രാൻസിഷൻ പഠിച്ചു. അടുത്ത എഫക്റ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സുകളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. കണ്ടോ? ബ്ലർ കൂട്ടണോ, എന്തൊക്കെ ചെയ്യണം. ഇതേപോലെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓരോ ഓപ്ഷനും വേറെ വേറെയാണ്. വേണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ച പോലത്തെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡിലീറ്റിൻ്റെ ഒരു ചിഹ്നങ്ങളോ ട്രാഷിൻ്റെ അത് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആയിട്ട് പോയിക്കോളും. ഓക്കെ. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ബോർഡർ കൊടുക്കണോ, പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ എഫക്റ്റുകളുണ്ട്. 100,000 എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ 100,000 എഫക്റ്റുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക. ഇതൊക്കെ നമുക്ക് മാനുവലി ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയും ചെയ്യാം. പിന്നെ ഓപ്പൺ എഫക്ട്സ് ആണ് അടുത്തൊരു ലൈബ്രറി ഓൺ ആവേണ്ട എഫക്റ്റിന് താഴെ കേട്ടോ. അതിൻ്റെ അകത്താണ് പിന്നെ ഒരുപാട് എഫക്റ്റുകളുണ്ട്. എന്തൊക്കെയോ എഫക്റ്റുകൾ നിങ്ങൾ ഓരോന്നോരോന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. അതെല്ലാം കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച മതിയാവില്ല തീർക്കാൻ. ഓക്കെ, അത് പോട്ടെ. ഇതിന് തൊട്ടിപ്പോൾ ഇത് ഫ്യൂഷനാണ്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. VFX ചെയ്യാൻ ആഫ്റ്റർ എഫക്റ്റ് പോലുള്ള സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് അതിനെക്കുറിച്ച് വേറെ വ്യക്തമായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം ചെയ്യാം. ഓക്കെ. നേരെ കളർ ഗ്രേഡിംഗ് ടാബിലേക്ക് പോവാണ്. കളർ ഗ്രേഡിംഗ് നമുക്ക് മസ്റ്റ് ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട സംഭവമാണ് അല്ലേ. കളർ ഗ്രേഡിംഗ് ടാബിൽ വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോഡുകളൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് പോകാൻ, അതായത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ കളർ വീലുണ്ട്, ഇവിടെ കളർ കർവ് ഉണ്ട്. ഇത് രണ്ടും തന്നെ ഒരു ദിവസം എടുത്ത് പറയാനുള്ളതല്ല ഉള്ളത്. എന്നാലും പറയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ കറുത്ത ഏരിയകളിലെ വെളിച്ചം ഒന്ന് കൂട്ടണമെങ്കിൽ ഈ ലിഫ്റ്റ് കണ്ടോ, ലിഫ്റ്റിൻ്റെ ഈ ഒരു ബട്ടൺ മുന്നോട്ടേക്ക് നിൽക്കുക. അവിടെ കറുപ്പിക്കണമെങ്കിൽ ഇതേപോലെ കറുപ്പിക്കാം. ഓക്കെ അല്ലേ? ഇതേപോലെ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ. ഇനി റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വന്ന് ഇവിടെ റീസെറ്റ് ചെയ്യാം. തൊട്ട് മുന്നിലായിട്ട് വെളുത്ത ഏരിയകൾ, ഈ ഏരിയകളിലെ കളർ വീണ്ടും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. കണ്ടോ? അത് അവിടെ മാത്രമേ കാര്യമായിട്ട് ബാധിക്കൂ. ഇവിടെയൊക്കെ ഹൈലൈറ്റ് ഉണ്ടോ അവിടെ മാത്രമേ ബാധിക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നടുക്ക് മിഡ് ടോൺ, രണ്ടിൻ്റെയും കൂടെ മിഡ് ടോൺ ആയിട്ട് വരുന്ന ഏരിയകളിൽ കറുപ്പിക്കാം, വെളുപ്പിക്കാം. അതാണ് ഇവിടെ. അപ്പോൾ അതാണ് ഏറ്റവും ഒരു ബേസിക് കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് വീണ്ടും നമുക്ക് ഷാഡോ ഉണ്ട്. കണ്ടോ? ഷാഡോ കൂട്ടണമെങ്കിൽ കറുപ്പിക്കാം, വെളുപ്പിക്കാം. അങ്ങനെ തന്നെ എളുപ്പത്തിൽ പറഞ്ഞു പോകാം. പിന്നെ ഹൈലൈറ്റ് ഉണ്ട്. ഇതന്നെ വെളുത്ത ഭാഗങ്ങൾ വീണ്ടും വെളുപ്പിക്കാം, കറുപ്പിക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ കറക്റ്റായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടി, ഡീറ്റെയിൽസ് വീണ്ടും വെളുത്ത് പോയി കേട്ടോ. ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. മൊത്തം റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് റീസെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മാസ്റ്റർ സെറ്റിങ്സ് വരുന്നത് ഇവിടെയാണ്. അത് കൺട്രോൾ ചെയ്താൽ മൊത്തം ഏരിയാസ്, അതായത് ഇത് മൊത്തത്തിൻ്റെയും കൺട്രോൾ, ഒന്നും കൂടെ മൊത്തം കൺട്രോൾ ഉണ്ടാവില്ല. മാസ്റ്റർ സെറ്റിങ്സ് അതാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇനി ചെറിയൊരു കളർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഈ മാസ്റ്ററിൽ വേണമെങ്കിൽ മാസ്റ്ററിൽ ഇങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാം. കേട്ടോ. ഒരു രാത്രിയൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇതേപോലെ ഒരു ടീൽ കളറിലേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെ, ടീൽ കളറിലേക്ക്, ഈ കളറാണ് ടീൽ കേട്ടോ, അവിടെ കൊണ്ടുവരാം. എന്നിട്ട് ഷാഡോ എന്ത് ചെയ്യുക? ഷാഡോ ബാക്കോട്ടേക്ക് വലിച്ചു കളയാം. പിന്നെ ഇത്തിരി സാച്ചുറേഷൻ, ഇവിടെ ഒക്കെ ലൈറ്റിൽ ഇവിടെയൊക്കെ നല്ല പച്ച കളർ കാണുന്നുണ്ട് അല്ലേ. രാത്രി നമ്മൾ പച്ച കാണൂല, നമ്മൾ എന്താ കാണുക? ഒരു കറുപ്പ് പോലെ കാണാം. അവിടെ സാച്ചുറേഷൻ കണ്ടോ? സാച്ചുറേഷൻ ഇത്തിരി ബാക്കോട്ടേക്ക് വലിച്ചു കളയുക. ഫുള്ള് വലിക്കേണ്ട, ഈ ഒരു രീതിയിൽ കൊടുക്കുക. അല്ലെങ്കിൽ കളർ ബൂസ്റ്റിൽ വന്ന് കുറച്ച് കളർ ബൂസ്റ്റ് കുറയ്ക്കാം. എന്നിട്ട് ഈ നീല അരി കയറ്റണമെങ്കിൽ ഇതേപോലെ നീല കയറ്റിയിടാം. ഇപ്പോൾ എന്തായി? പകൽ സമയം ഓൾമോസ്റ്റ് രാത്രിയായി. ഇവിടെ എന്താണ്? ചന്ദ്രൻ്റെ വെളിച്ചാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. അല്ലെങ്കിൽ ഹൈലൈറ്റ് കുറച്ചുകൂടെ അങ്ങ് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഗെയിനും ഹൈലൈറ്റും ഏകദേശം ഒരു സംഭവമാണ്, അതും കുറച്ച് കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ രാത്രി സീനായി. ഇപ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് ഒരു കളർ ഗ്രേഡ് ചെയ്യുക. കർവൊക്കെ പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. തൽക്കാലം ഇത്രയും ഏരിയ പഠിച്ചേക്കുക. നമുക്ക് മുന്നോട്ടേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ വീഡിയോസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി ഞാൻ നേരെ പോകുന്നത് ഫെയർലൈറ്റിലേക്കാണ്. അതും പറഞ്ഞ പോലെ അഡ്വാൻസ് ടൂളാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നെ ഡെലിവർ പേജാണ് ഉള്ളത്. ഡെലിവർ പേജിൽ എന്താണ്? നമുക്ക് ഔട്ട് എടുക്കാനുള്ളതാണ്. നമ്മൾ യൂട്യൂബിലേക്കൊക്കെയാണ് ഔട്ട് എടുക്കുന്നതെങ്കിൽ H.264 എടുക്കുക. ഇവിടെ ക്വിക്ക് ടൈം മാറ്റിയിട്ട് MP4 കൊടുക്കുക. MP4 കൊടുത്താൽ എന്താണ്? ഒരുവിധം എല്ലാ ഡിവൈസിലും സപ്പോർട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഈ ക്വിക്ക് ടൈം ആണെങ്കിൽ കൂടുതലും MOV, അതായത് മാക്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട ഫയലുകളായിരിക്കും വരിക. ചില ഡിവൈസിലൊന്നും സപ്പോർട്ട് ചെയ്യില്ല. താഴെ കൊഡാക്ക് H.264 ആയിരിക്കും. അതിൻ്റെ പുതിയ വെർഷനാണ് H.265. അത് വേണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ പ്രോറസ് എന്ന് പറഞ്ഞ പിന്നെ മാക്കിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഹെവി സൈസ് ആയിരിക്കും. നമുക്ക് 1 GB ഉള്ള സാധനത്തിന് പകരം 10 GB 20 GB ഒക്കെ വരും. അത്ര വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ യൂട്യൂബിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് അവർ തരുന്നുണ്ട്. അത് വേണമെങ്കിൽ അതും കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? പിന്നെ നമുക്ക് ഈ സൈസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ താഴെ വന്നു കഴിഞ്ഞാൽ റെസൊല്യൂഷൻ ഇവിടെ ഉണ്ടാവും. റെസൊല്യൂഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. എന്താണ്? ഫ്രെയിം റേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. അവിടെ 60 ആണ് നമ്മൾ കൊടുത്ത 60 തന്നെ കൊടുക്കുക.
പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റീൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ റിസ്ട്രിക്റ്റ് ടു എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് ക്വാളിറ്റി ഒക്കെ കുറയും. പക്ഷേ വലുതായിട്ട് അറിയൊന്നുമില്ല. എന്നാലും സൈസ് ഭയങ്കരമായിട്ട് കുറയും. 1 GB ഉള്ളെങ്കിൽ ഒരു 500 MB കുറയും. ഇങ്ങനെ ഇവിടെ ഒരു 4500 ഒക്കെ കൊടുക്കാം. ഏറ്റവും കുറഞ്ഞത് ഒരു 1500 അല്ലെങ്കിൽ 2000 അതിൻ്റെ താഴേക്ക് കൊടുക്കണ്ട കേട്ടോ. ഓക്കെ. 1500 വേണ്ട 2000 കൊടുത്തു. ഒന്ന് ഔട്ട് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ട ക്ലിയർ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് സൈസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഞാനിവിടെ സാധാരണ 45,000 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുന്നത്. 45,000 എന്താണ് യൂട്യൂബിന് ഇഷ്ടപ്പെട്ടൊരു വാല്യൂ ആണ്. അവിടെ നിന്ന് മേലോട്ടേക്ക് യൂട്യൂബ് വരികയാണെങ്കിൽ യൂട്യൂബ് തന്നെ കംപ്രസ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് 45,000 വരെ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്? H.264 അകത്താണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നിജിൻ. ഇവിടെ നമുക്ക് ലൊക്കേഷൻ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എവിടേക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ബ്രൗസ് ചെയ്യാൻ നമുക്ക് വേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. MP4 ആക്കുക. H.264 ആക്കുക. റെസൊല്യൂഷൻ വേണമെങ്കിൽ മാറ്റുക. ഫ്രെയിം റേറ്റ് വേണമെങ്കിൽ മാറ്റുക. മാറ്റേണ്ടതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ റിസ്ട്രിക്റ്റ് ടു എന്നുള്ളത് വേണമെങ്കിൽ കുറയ്ക്കാം. ആഡ് ടു റെൻഡർ കീ കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് റെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഔട്ട് വരാൻ തുടങ്ങും. ഇവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കുമ്പോൾ കണ്ടോ ടൈം 5 മിനിറ്റ് 5 മിനിറ്റ് ഒന്നും വേണ്ട 2 സെക്കൻഡ് 2 സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ബേസിക് പഠിച്ചു. ഇനി ഇതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇതൊരു കടലാണ്. നമ്മൾ കടലിൻ്റെ ഒരു സൈഡിലൂടെ കുറച്ച് മണലൊന്ന് വാരി ഓടിയതേ ഉള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ദൂരേന്നൊന്ന് സൂം ചെയ്ത് നമ്മളൊന്ന് കണ്ടു. അത്രയും സംഭവം ഇവിടെ നടന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാം. ഇനി ഇവിടെ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തുണ്ട്, ഏതൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ മുന്നോട്ട് വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക. പിന്നെ എന്താണ്, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.